ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഉടൻ തന്നെ വരുന്ന മാറ്റങ്ങൾ, സാമ്പത്തിക കാര്യങ്ങളിൽ ഉടൻ തന്നെ വരുന്ന മാറ്റങ്ങൾ. ഓക്കെ, ആദ്യം നിങ്ങളുടെ എനർജി. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഇന്നത്തെ എനർജി. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 14, 5, 11, 2 ആവർത്തിച്ചു 4. ഓക്കെ, എൻ്റെ വ്യൂസിൻ്റെ ഇന്നത്തെ എനർജിയാണ് ആദ്യം എടുക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഇന്നത്തെ എനർജി എന്താണ്? നിങ്ങൾ ചില കാര്യങ്ങൾ ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് സ്ട്രെങ്ത് വന്നിരിക്കുന്നു. ഓക്കെ, മാനസികമായ സ്ട്രെങ്ത് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ഏത് വിഷയത്തെയും മാനസികമായി നിങ്ങൾ മനസ്സുറപ്പോടുകൂടി നേരിടാൻ തയ്യാറാകുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഇന്നത്തെ എനർജി എന്താണ്? ഓക്കെ, ചില ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രോത്ത് വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഓക്കെ, ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഇന്ന്. ഒരു പ്രത്യേക വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. ഓക്കെ, മനസ്സ് തളർന്നു പോകാതെ സ്ട്രെങ്ത് നിങ്ങൾ സ്വയം ആർജിക്കുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഇന്നത്തെ എനർജി എന്താണ്? എൻ്റെ വ്യൂസിൻ്റെ ഇന്നത്തെ എനർജി എന്താണ്? ദ വേൾഡിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ യൂണിവേഴ്സിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾക്കുണ്ടായിരുന്ന ചില കംഫർട്ട് സോണിനെ നിങ്ങൾ പൊട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതുവരെയും നിങ്ങൾ ചില കംഫർട്ട് സോണിലായിരുന്നു. അപ്പം അതിൽ നിന്നും നിങ്ങൾ പുറത്ത് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. യൂണിവേഴ്സ് നിങ്ങളെ സംരക്ഷിക്കും, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷനിൽ നിങ്ങൾ എപ്പോഴും ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ചില സ്റ്റെപ്പുകൾ മുന്നോട്ട് വയ്ക്കുവാൻ നിങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, വിദേശവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ചില വ്യക്തികൾ വിസയ്ക്ക് വേണ്ടിയിട്ടോ മറ്റോ പണം കൊടുക്കാൻ പോകുന്നു. ഇത്രയും നാളൊരു ഭയം ഉണ്ടായിരുന്നു. ദൈവം എന്നെ സംരക്ഷിച്ചു കൊള്ളും എന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുന്ന ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. ഇന്നർ വോയിസ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങളുടെ ഉള്ളിലേക്ക് നൽകുന്ന ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. സ്പിരിച്വലായിട്ട് നിങ്ങൾ മുന്നേറുന്നു. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾ 2 ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ ഉള്ളിലേക്ക് പകർന്നു നൽകുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. പഠിക്കണം, സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ടാരോ റീഡർ ആയിരിക്കാം, അല്ലെങ്കിൽ ടാരോ റീഡിങ് പഠിക്കുന്ന വ്യക്തികളായിരിക്കും. ആയിട്ട് നല്ല രീതിയിൽ മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്ന ചില വ്യക്തികൾ ഈ ഒരു എനർജി കാണുന്നുണ്ട്. സ്പിരിച്വലായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട് ഇവിടെ. നിങ്ങളുടെ മനസ്സിന് സമാധാനമില്ലാത്ത ഒരു വഴിയിൽ കൂടിയാണ് പോയതെങ്കിൽ ഇപ്പോൾ സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുമെന്നും എല്ലാ കാര്യങ്ങളിലും ബാലൻസിങ്ങിൽ വരുമെന്നും നിങ്ങൾക്ക് ഉയരങ്ങളിൽ പറക്കുവാൻ കഴിയുമെന്നും നിങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ സ്പിരിച്വലായിട്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇഗ്നോർ ചെയ്തുകൊണ്ട് തന്നെ, മറ്റുള്ള നെഗറ്റീവ് വാക്കുകളെ നിങ്ങൾ ഇഗ്നോർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ അലട്ടുന്നതായിട്ടുള്ള പല പ്രശ്നങ്ങളെയും നിങ്ങൾ പുറകിൽ ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ സ്പിരിച്വലായിട്ട് മുന്നേറാൻ പോകുന്നു. നിങ്ങൾക്ക് ഇന്നർ വോയിസ് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് നിങ്ങളെ ഗ്രോത്തിലേക്ക് കൊണ്ടുവരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ജോലി സംബന്ധമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ജോലി സംബന്ധമായി എൻ്റെ വ്യൂസിന് ഉടൻ തന്നെ ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ജോലി സംബന്ധമായി എൻ്റെ വ്യൂസിന് ലഭിക്കാൻ പോകുന്ന കാര്യം എന്തൊക്കെയാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ബ്രേക്ക് ത്രൂ ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തടഞ്ഞു വെച്ചിരുന്ന പല കാര്യങ്ങളും ചിതറാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിന്ന പല കാര്യങ്ങളും ഇവിടെ പൊട്ടിച്ചിതറാൻ പോകുന്ന ഒരു എനർജി വന്നിരിക്കുന്നു. ഈ ഒരു പക്ഷേ നിങ്ങൾ ജോലി സംബന്ധമായിട്ട് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അതിനെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹം തിരികെ ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ ഇഗ്നോർ ചെയ്തിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ നേരിട്ടിരുന്ന സ്ഥലത്ത് നിന്നും നിങ്ങൾ എത്രത്തോളം അധ്വാനിച്ചുവോ
അത്രത്തോളം കൂലി നിങ്ങളുടെ ഭാഗത്തേക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നു. നിങ്ങൾ ചെയ്ത ഒരു കാര്യവും വെറുതെയായി പോയിട്ടില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തിയുടെ ഫലം നിങ്ങളിൽ തന്നെയാണ് വന്നു ചേരുന്നത്. നിങ്ങൾ നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിൽ തന്നെ വന്നു ചേരും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്തത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതി ലഭിക്കും. ഓക്കെ, പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ ജോലി സംബന്ധമായി എന്ത് അനുഗ്രഹമാണ് വരാൻ പോകുന്നത്? നിങ്ങൾ എന്താണോ അഫർമേഷൻ ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. നിങ്ങളുടെ പൊസിഷൻ കൂടുന്നതായി കാണുന്നു. നിങ്ങൾക്ക് ഉയർന്ന ഒരു പൊസിഷന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നു. നിങ്ങൾ മനസ്സിൽ എന്ത് ആഗ്രഹിച്ചാലും അത് നേടിയെടുക്കുവാനുള്ള ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കെതിരായി നിൽക്കുന്ന പല വ്യക്തികളുടെയും എനർജിയെ തകർത്തുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് കയറാൻ പോകുന്നത്. പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്, നിങ്ങൾക്ക് ഒരു പക്ഷേ ഇപ്പോൾ ജോലിയിൽ വളരെ നിരാശയും അല്ലെങ്കിൽ മാനസികമായി മുന്നോട്ട് പോകുന്നതിന് ഒരു താല്പര്യവും ഇല്ലാത്ത ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ചില വ്യക്തികളെങ്കിലും ഇത് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് ഒരു താല്പര്യവും ഇല്ലാതെ ഗോ വിത്ത് ഫ്ലോ പോകട്ടെ എന്നുള്ള രീതിയിൽ ചില ജോലികളിലേക്ക് കടന്നു പോയിരിക്കുന്നു. അത് നിങ്ങൾക്ക് ഒരുപാട് മാനസിക വിഷമങ്ങൾ നൽകുന്നു. ജോലി ചെയ്യുന്നതിന് ഒരു താല്പര്യവുമില്ല. അത് കാരണം നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഓക്കെ, എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ തക്കതായ ഒരു ഉപയോഗവും യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ഇവിടെ പറയുന്നു. ഓക്കെ, 10 ഓഫ് പെൻറ്റിക്കിൾ, നിങ്ങൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ സാമ്പത്തികം കാരണം തന്നെ അല്ലെങ്കിൽ ഈ ഒരു ജോലി കാരണം തന്നെ നിങ്ങൾക്ക് നല്ലൊരു സാമ്പത്തിക ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾക്കൊരു പരീക്ഷണമാണ് ഈ കാണുന്നത്. ഓക്കെ, നിങ്ങളത് വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു പരീക്ഷണം കൂടിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ജോലി. അടുത്തത് നമുക്ക് നോക്കാം. നിങ്ങളെ തേടി ഒരുപാട് നന്മകൾ വന്നു ചേരാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്, നിങ്ങൾക്ക് ഒരുപാട് നന്മകളും നിങ്ങൾക്ക് ജോലി സ്ഥാനം, നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ച എല്ലാം നിങ്ങളെ തേടി എത്തുന്നു എന്നുള്ള ഒരു എനർജിയാണ്. നിങ്ങൾ ഇതുവരെയും വളരെ ദുഃഖത്തിൽ കൂടിയാണ്, വളരെ പ്രയാസത്തിൽ കൂടിയാണ്, നിങ്ങൾ അപമാനഭാരത്തോടു കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ ആ ഒരു തീരത്ത് നിന്ന് മറ്റൊരു തീരത്തേക്ക് യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ടുപോകുന്നു. നിങ്ങളെ അപമാനിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം കൊണ്ടുവന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പൊട്ടിച്ചെറിയാൻ പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ അപമാന ഭാരങ്ങളെല്ലാം മാറി നിങ്ങൾ സമാധാനവും സന്തോഷവും അബൻഡൻസും നിങ്ങളെ തേടി എത്തുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. മദർ യൂണിവേഴ്സ്, ബ്രേക്ക് ത്രൂവിനെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്, ഓവറോൾ എനർജി ഇതാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന എല്ലാ മാനസിക പ്രശ്നങ്ങളും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പൊട്ടിത്തെറിക്കുക എന്നാണ്. അത് യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. ഈ ഒരു നിമിഷം തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക്, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷം തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജി പ്രവഹിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിങ്ങൾക്ക് ഒരു പുതിയ സ്റ്റാർട്ടാണ് വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏസ് ഓഫ് പെൻറ്റിക്കിൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഗ്രോത്താണ് നിങ്ങളിലേക്ക് വരുന്നത്. ഇതുവരെയും നിങ്ങൾക്കുണ്ടായതെല്ലാം പൊട്ടിച്ച് മാറ്റിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രോത്ത് വന്നു ചേരുന്നു. ജോലി സംബന്ധമായി ഉണ്ടാകുന്ന കാര്യമാണ്. പ്രതീക്ഷിച്ചതിലും അപ്പുറമായിട്ടുള്ളൊരു ഗ്രോത്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ട് നൽകുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ സെലിബ്രേഷൻ വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുമോ? പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്, പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറി വരുമോ? ഓക്കെ, നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ വരുന്ന മാറ്റമാണ് ഇവിടെ വന്നിരിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് സെലിബ്രേഷൻ വന്നിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിങ്ങളുടെ ലൈഫിൽ സെലിബ്രേഷൻ വരും. ഓക്കെ, യൂണിവേഴ്സാണ് നിങ്ങളുടെ ഊർജ്ജ സ്രോതസ്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളുടെ ഉള്ളിലാണ് ആ ഊർജ്ജത്തിൻ്റെ വാസകേന്ദ്രം എന്ന് നിങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതാണ്
ഇപ്പോൾ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ സൈലൻസ് വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂസിൻ്റെ സാമ്പത്തിക നിലയിൽ ഒരു മാറ്റം, ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള സാമ്പത്തിക നിലയിൽ ഒരു മാറ്റം ഉണ്ടാകുമോ? മജീഷ്യനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ ഗ്രോത്ത് നിങ്ങളെ തേടിയെത്തുന്നു. നിങ്ങൾ ചില ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു നല്ലൊരു ജോലി നിങ്ങളെ തേടിയെത്തുന്നു. 3 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. സാമ്പത്തിക ഗ്രോത്ത് നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളതാണ്. ഇതുവരെയും പല വ്യക്തികളുടെ ജീവിതത്തിലും ഒരു ജോലി സംബന്ധമായിട്ടും സാമ്പത്തിക സംബന്ധമായിട്ടും നിങ്ങൾക്ക് യാതൊരു മുന്നേറ്റവും ഇല്ലാതിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു മാറ്റം വരാൻ പോകുന്നു. അത് ജോലി വഴിയാണ് കൂടുതലും ഉണ്ടാകുന്നത്. നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഒരു ന്യൂ വേർഷനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. നിറഞ്ഞു കവിയുന്ന സാമ്പത്തിക അനുഗ്രഹമാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുതരാൻ വരുന്നത്. ഈ കൈ പിടിച്ചിരിക്കുന്നത് യൂണിവേഴ്സാണ്. നിങ്ങൾ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിലുള്ള ദൈവത്തിൻ്റെ കൈകളാണ് നിങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ആ ഒരു ചേർത്ത് പിടിയിലൂടെ നിങ്ങളുടെ സാമ്പത്തിക നിക്ഷേപങ്ങൾ വർദ്ധിക്കുന്ന ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. ഇതുവരെയും നിങ്ങൾ തളർന്ന ഒരു വ്യക്തിയായിരുന്നു. ആ ഒരു തളർന്ന സാമ്പത്തിക നിലയിൽ നിങ്ങൾ വളരെ തളർന്ന അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇനി നിങ്ങളുടെ സാമ്പത്തിക നിലയിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഒരുപാട് ബേർഡൻ അനുഭവിച്ചിരുന്ന സിറ്റുവേഷൻ ആയിരുന്നു. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ ഒന്നിന്മേൽ ഒന്നായി ഭാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കുടുംബഭാരം, ജോലി ഭാരം, അതുപോലെ മാനസികമായിട്ടുള്ള പല ഭാരങ്ങളും നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നു. നിങ്ങൾക്ക് ജഗിൾ ചെയ്യുന്ന അവസ്ഥ, എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരങ്ങൾ നിങ്ങൾ തോളിലേറ്റിക്കൊണ്ട് നടന്നിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും എല്ലാം മാറി മറിയുന്ന ഒരവസ്ഥ വരുന്നു. നിങ്ങളുടെ ഹൃദയം നിറയുന്ന രീതിയിൽ, നിങ്ങളുടെ ഹൃദയ സന്തോഷം നിറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് സാമ്പത്തിക അനുഗ്രഹം യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ട് നിറയ്ക്കാൻ പോകുന്നു. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളെ സാമ്പത്തിക അനുഗ്രഹം, ഇപ്പോൾ നിങ്ങൾ ബേർഡനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ആ ബേർഡനിൽ നിങ്ങൾ ജഗിൾ ചെയ്യുകയാണ്. ഇവിടെ കുടുംബഭാരം, ഇവിടെ ജോലി ഭാരം, ജോലിയില്ല, കടഭാരം, അങ്ങനെ പല പ്രശ്നങ്ങളാൽ നിങ്ങൾ തളർന്ന് ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം വന്നു ചേരുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് നിങ്ങൾ സാഹചര്യത്തിലേക്ക് നോക്കാതിരിക്കുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. ഓക്കെ, നിങ്ങൾ വിചാരിക്കും എനിക്ക് എങ്ങനെ കിട്ടാനാണ്, എനിക്ക് ഒരു ജോലിയുമില്ല, ഈ പറയുന്നതൊക്കെ സത്യമാണോ, എനിക്ക് ഒരു ജോലി പോലും ഇല്ലാതിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ എനിക്ക് എവിടെ നിന്നാണ് സാമ്പത്തികം വരുന്നത്? അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ കൈ നിങ്ങൾക്ക് പിടിക്കാൻ കിട്ടില്ല. നിങ്ങൾ സാഹചര്യത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ താഴെ വീഴും. ഇല്ല, എനിക്ക് ഈ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എനിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കിതിലെ ഈ ഒരു കൈയിലേക്ക് നിങ്ങൾക്ക് പിടിക്കാൻ കഴിയും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ വീണു പോകുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സാഹചര്യത്തെ നോക്കി വിശ്വാസത്തെ നശിപ്പിക്കാതെ നിങ്ങൾ വിശ്വാസത്തിലേക്ക് നോക്കി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ കൈ കൊടുക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങൾ പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങൾ നേരിട്ടിരുന്നാലും ശരി തന്നെ, ഞാൻ എൻ്റെ ലക്ഷ്യം നേടും, ഈ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ സക്സസ് ആകുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഈ ഒരു കൈ ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളിലേക്ക് 6 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി, നിങ്ങൾ ഈ ഒരു ലക്ഷ്യം നിങ്ങൾ നേടിയെടുത്തെങ്കിൽ മാത്രമാണ് സാമ്പത്തിക അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. ഇവിടെയും യൂണിവേഴ്സിൻ്റെ കൈ, ഇവിടെയും യൂണിവേഴ്സിൻ്റെ കൈയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ് യൂണിവേഴ്സ്, എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സ് തരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു അന്തവുമില്ല, വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദിയുള്ളവരായി മാത്രം ഇരുന്നാൽ മതി എന്നുള്ളതാണ്. യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് സന്തോഷമാണ്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആ ഡിപ്രഷനിൽ നിന്നും പുറത്തു വരിക. നിങ്ങൾക്ക് ഇന്ന് 5 രൂപയാണോ നിങ്ങളുടെ കയ്യിൽ വശമുള്ളത്, നിങ്ങൾക്ക് ആരെങ്കിലും ഒരു എക്സ്ട്രാ എന്തെങ്കിലും ചെയ്തതിൽ നിങ്ങൾക്ക് ഒരു 6 രൂപ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അതിൽ നിങ്ങൾ സന്തോഷിക്കും. 1 രൂപയാണ് ഇന്ന് കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള 5 രൂപയും കൂടി പോയി കിട്ടും. ഓക്കെ, ആ 1 രൂപ കിട്ടിയതിൽ യൂണിവേഴ്സിനോട് എനിക്ക് ഇന്ന് 1 രൂപ നേടാൻ എനിക്ക് കഴിഞ്ഞു, എൻ്റെ യൂണിവേഴ്സിനോട് നന്ദി എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് ഡാൻസ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ആ 1
ഒരു രൂപയുടെ സ്ഥലത്ത് 1.5 ലക്ഷം രൂപ യൂണിവേഴ്സ് കൊണ്ടെത്തിക്കും. ഓക്കെ, അതാണ് ആ വ്യത്യാസം. നമ്മൾ സന്തോഷിക്കുകയാണെങ്കിൽ, കിട്ടിയതിൽ സന്തോഷിക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് അധികം നിങ്ങൾക്ക് നൽകുമെന്നാണ് പറയുന്നത്. ഉള്ളവനോ അധികം നൽകും, സന്തോഷമുള്ളവന് അധികം നൽകും, സ്നേഹമുള്ളവന് അധികം നൽകും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങൾ സന്തോഷിക്കുവിൻ, യൂണിവേഴ്സിലേക്ക് പ്രത്യാശ വയ്ക്കുവിൻ എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കാത്തിരുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു. ഉത്സവമായിരിക്കുന്നു, നിങ്ങളുടെ മനസ്സിന് ഉത്സവമായിരിക്കുന്നു. സാമ്പത്തിക അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ഓക്കെ, ഇന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ജപ്തി നോട്ടീസിൻ്റെ പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. എങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ട. എന്നോട് പറഞ്ഞിരിക്കുന്ന വാക്ക് നീ ലക്ഷ്യത്തിലേക്ക് മാത്രം, വിശ്വാസത്തിലേക്ക് മാത്രം കൈ കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ജപ്തി നടക്കുകയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ജപ്തി നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറിപ്പോകും. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ സോഴ്സിൻ്റെ എനർജി വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ നിന്നുമുള്ള എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ആ എനർജി ഉള്ളത് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പലപ്പോഴും നിങ്ങൾ അവിടെ ഇവിടെയും എനർജിയെ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ഉള്ളിലാണ് ആ സത്യസ്വരൂപമായിട്ടുള്ള, നിങ്ങൾ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിലുള്ള എനർജിയെ അയച്ചു നിർത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾ മറന്നു പോകുന്നു. അതുകൊണ്ട് നിങ്ങളിൽ തന്നെയാണ് ഉത്സവം ഉണ്ടാക്കേണ്ടത്, നിങ്ങളിൽ തന്നെയാണ് സന്തോഷം ഉണ്ടാക്കേണ്ടത്, നിങ്ങളിൽ തന്നെയാണ് ദീപങ്ങൾ തെളിയിക്കേണ്ടത്, നിങ്ങളിലാണ് നിങ്ങൾ അന്നദാനങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അന്നദാനം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന അറിവുകൾ, മറ്റുള്ളവരുടെ വിശപ്പ് മാറ്റുന്നത്, വയറിൻ്റെ വിശപ്പ് മാത്രമല്ല മനസ്സിൻ്റെ വിശപ്പ്, നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് അന്നദാനമായി തീരണം. അത് മാനസികമായി തകർന്നിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. ആ വ്യക്തികൾക്ക് നിങ്ങളുടെ ഒരു വാക്ക് കൊണ്ട് നിങ്ങൾക്ക് അന്നം നൽകാൻ, അവരുടെ ജീവൻ്റെ അന്നം കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളാണ് യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലാണ് യൂണിവേഴ്സ്. അപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ യൂണിവേഴ്സ് ശക്തിയോടും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ശക്തി യൂണിവേഴ്സിൻ്റെ ശക്തിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. എൻ്റെ ഈ വീഡിയോ കാണുന്നതിനും എന്നെ ലൈക്ക് സപ്പോർട്ട് ചെയ്യുന്നതിനും ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഓക്കെ, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ 1 രൂപയെങ്കിലും എക്സ്ട്രാ ലഭിക്കുമ്പോൾ നിങ്ങൾ അന്തരീക്ഷത്തിലേക്കൊന്ന് നോക്കുക, ആകാശത്തിലേക്കൊന്ന് നോക്കിയിട്ട് സർവശക്തനായ എനർജിയോട് നിങ്ങൾ നന്ദി പറയുക. ഓക്കെ, താങ്ക് യു, താങ്ക് യു. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഭൂമിയിൽ ഇരിക്കാനുള്ളൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ ചമരക്കാലിൽ മൂട്ടി ഇരിക്കാൻ ശ്രമിക്കുക. നഗ്നപാതയായി ഭൂമിയിൽ ചവിട്ടാനുള്ളൊരു അവസരം നിങ്ങൾക്ക് ലഭിച്ചാൽ അത് ഉപേക്ഷ വിചാരിക്കരുത്. നിങ്ങളുടെ പാദങ്ങൾ നിങ്ങളെ ഒന്ന് സ്പർശിക്കുവാൻ ഭൂമി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.